കൊടകരയിലെ പൊതുശുചിമുറി അടച്ചിട്ടതിനാൽ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ദുരിതത്തിൽ. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതുശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും യാത്രക്കാരും ആശ്രയിക്കുന്ന പൊതുശുചിമുറിയാണ് ഇത്. ശുചിമുറിയിലേക്കുള്ള ജലവിതരണ വകുപ്പ് നിർത്തിവെച്ചതിനെ തുടർന്നാണ് ശുചിമുറിയുടെ പ്രവർത്തനം അവതാളത്തിലായത്. 7 ലക്ഷത്തോളം രൂപ ജലവിതരണ വകുപ്പിന് കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞാണ് ശുചിമുറിയിലേക്കുള്ള ജലവിതരണം അധികൃതർ നിർത്തിവച്ചതെന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ പറയുന്നു. മീറ്റർ പോലും ഇല്ലാത്ത ശൗചാലയത്തിന് എങ്ങനെയാണ് ഇത്രയും ഭീമമായ തുക കുടിശ്ശിക വന്നതെന്ന ആശങ്കയിലാണിവർ. പലപ്പോഴും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സമീപത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. ശുചിമുറിയിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 14 സ്ത്രീകളുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഇവർ എവിടേക്കാണ് പോകേണ്ടതെന്നൊരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ പ്രസിഡൻറ്റിനെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും എല്ലാവരെയും വിളിച്ചറിയിച്ചപ്പോൾ 7 ലക്ഷം രൂപയോളം അവർ അടച്ചിട്ടില്ല എന്നാണ് പൈപ്പിൻ്റെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങൾ എവിടേക്ക് പോകണം? ഈ പഞ്ചായത്തിൻ്റെയും പൊതു കംഫർട്ട് സ്റ്റേഷനാണ് ഇവിടെയുള്ളത്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരുന്ന അധികൃതരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കൂടാതെ കൊടകര ജംഗ്ഷന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ടോയ്ലറ്റുകളും ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയും പൊതുജനങ്ങൾക്കായി ഉടൻ തുറന്നു കൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടകര.